ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2356. ഇന്ന് ജൂൺ മാസം 13-ാം തീയതി 164-ാമത്തെ ദിവസത്തിലെത്തി. നിങ്ങൾ എന്നെ കണ്ടു പഠിക്കുവിനെന്ന് പറഞ്ഞ ആളാണ് ക്രിസ്തുയേശു. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. അത് കണ്ടും കേട്ടും തൊട്ടറിഞ്ഞുമൊക്കെ ബോധ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ സുവിശേഷ വചനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഇങ്ങനെ ആരൊക്കെയോ നമ്മൾ ഓരോരുത്തരെ നിർബന്ധിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരാൾ ജീവിക്കേണ്ടത്? എക്കാലത്തും ഒരുപോലെയല്ല ജീവിക്കേണ്ടതെന്നും നമ്മൾ തിരിച്ചറിയണ്ടേ? പ്രായവും കാലവും നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് ശരീരത്തിലും മനസ്സിലും. അത് തിരിച്ചറിഞ്ഞു വേണ്ടേ ഓരോ ദിവസവും ജീവിക്കാനായിട്ട്? കുട്ടിത്തം കുട്ടിക്കാലത്തിന്റെ പ്രത്യേകതയാണെന്ന് തിരിച്ചറിയണ്ടേ? പക്വത പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാകേണ്ടതില്ലേ? ഉത്തരവാദിത്തങ്ങളൊക്കെ ഒഴിവാക്കി ഒന്ന് ഒഴിഞ്ഞ് ഒരു ആനന്ദം അനുഭവിക്കേണ്ട കാലമല്ലേ വാർദ്ധക്യം? ശൈശവത്തിൽ യൗവനത്തിന്റെ കർത്തവ്യബോധം വേണമെന്ന് ആരൊക്കെയോ വാശി പിടിക്കുന്നുണ്ട്. ഇനി വിശ്രമ ജീവിതകാലത്തോ കൗമാരത്തിന്റെ ചോര തിളപ്പുണ്ടാകണമെന്നും എന്തൊരു മണ്ടത്തരങ്ങളല്ലേ! ഓരോ പ്രായത്തിനും അതിൻ്റെതായ ചുമതലകളും വിനോദങ്ങളുമുണ്ട്. ഇതൊന്നും തിരിച്ചറിയണ്ടേ? അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ഓരോ കാലത്തും? അത് തിരിച്ചറിഞ്ഞ് അവയിലൂടെ മാത്രം സഞ്ചരിക്കാൻ കഴിയുക എന്നത് എത്രയോ വലിയ കാര്യമാണ്. ആ ഒരു സമയവും സന്ദർഭവും കാലവും ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള എളുപ്പവഴി ഇത് മാത്രമാണ്. മുൻപുണ്ടായിരുന്നതോ ഇനി വരാനിരിക്കുന്നതോ ആയ അവസ്ഥകളിലേക്ക് സ്വയം പരുവപ്പെടുത്താൻ ശ്രമിച്ചാൽ വലിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? 1, തത്സമയ സവിശേഷതകൾ ഒട്ടും ആസ്വദിക്കാൻ പറ്റില്ല. 2, ചേർച്ചക്കുറവുള്ള അനുഭവങ്ങളിലൂടെ ജീവിതം കടന്നുപോയി വല്ലാതെ വിരസമാകും. കളിപ്പാട്ടങ്ങളുമായി നടക്കേണ്ട പ്രായത്തിൽ കണക്ക് പുസ്തകത്തിന്റെ ഭാരം ചുമക്കുന്നതിൽ അപാകതയുണ്ടെന്നേ. ശമ്പളം വാങ്ങുന്ന സമയത്ത് പെൻഷൻ വാങ്ങുന്നവരുടെ മനോഭാവം പുലർത്തുന്നതും കുറ്റകരമാണ്. വിരമിച്ച ശേഷവും എല്ലാം എന്നിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ശഠിക്കുന്നതും അബദ്ധമാണ്. പ്രായമാകുന്നതിനോടൊപ്പം വളരാനും കൂടി കഴിയാത്തവർ മറ്റേതോ കാലത്തിന്റെ ചങ്ങലകളിൽ തളയ്ക്കപ്പെട്ടവരാണെന്ന് കൽപ്പറ്റ മാഷ് എഴുതിയിട്ടുണ്ട്. പ്രായമാകുന്നതിനോടൊപ്പം വളരാൻ കൂടി കഴിയാത്തവർ പ്രായമാകുന്നുണ്ടാവാം, പക്ഷെ വളരുന്നില്ല. മറ്റേതോ കാലത്തിന്റെ ചങ്ങല കൊളുത്തുകളിൽ സ്വയം തളയ്ക്കപ്പെട്ടവരാണ്. കുറച്ചുകൂടി ജീവിതത്തെ ഒന്ന് ലഘുവാക്കാനായിട്ട്, ഭാരം കുറഞ്ഞതാക്കാനായിട്ട് ക്രിസ്തുയേശു തന്നെയാണ് നല്ല മാതൃക. നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കുക. ആമേൻ.